ഇപ്പോൾ വിന്റർ സീസൺ ആവാൻ പോവാണ്. എക്സ്ട്രീം തണുപ്പുള്ള ലേ, ലഡാക്ക്, മണാലി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ പഠിക്കാനും ജോലി ചെയ്യാനും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റം, അതിപ്പോ തണുപ്പ് മാത്രമല്ല, എക്സ്ട്രീം ആയിട്ടുള്ള ചൂടാണെങ്കിലും ചില ആളുകൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. ആ ഒരു സ്ഥലത്തെ എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പ് നിങ്ങൾ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫാക്ടറാണ്. ആ ഒരു ക്ലൈമറ്റിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് മെന്റലിയും ഫിസിക്കലിയും നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് പലപ്പോഴും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. മാത്രമല്ല വിന്ററിൽ ഭയങ്കര ഡ്രൈ കോൾഡ് ആയിരിക്കും. ഇത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും ആ ഒരു ടൈമിൽ ദാഹം അധികം തോന്നാത്തത് കൊണ്ട് വെള്ളം കുടിക്കുന്നത് കുറയുന്നത് ഡീഹൈഡ്രേഷൻ അധികമാവാനും കാരണമാവാം. ഇതും മൈഗ്രെയിനിന്റെ ഒരു ഫാക്ടറാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിൽ റിക്കറന്റ് ആയി ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുമ്പോൾ അക്യൂട്ട് റൈനൈറ്റിസ് പോലെയുള്ള അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ ഭാഗമായി സൈനസിൽ കഫം നിറയുന്നതും തലവേദനയ്ക്ക് കാരണമാവാറുണ്ട്. സൈനസൈറ്റിസും മൈഗ്രെയിനും ഒരുമിച്ച് വരുന്ന ആളുകളിൽ സൈനസ് അറ്റാക്സും മൈഗ്രെയിൻ ട്രിഗർ ചെയ്തേക്കാം. കാലാവസ്ഥയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ തലവേദന അനുഭവപ്പെടുന്നവർ യാത്രയ്ക്കോ അല്ലെങ്കിൽ അബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് സൈനസൈറ്റിസ് ആണോ, മൈഗ്രെയിൻ ആണോ, രണ്ടും ഒരുമിച്ച് വരുന്നുണ്ടോ, മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താനും പ്രോപ്പറായ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കാനും ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ തലവേദന വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. ബൈ.